ഹലോ ഫ്രണ്ട്സ്, ജിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു വെറൈറ്റി അച്ചാർ ഉണ്ടാക്കിയാലോ? അതും സിമ്പിളും ടേസ്റ്റിയും ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഒരു വെറൈറ്റി അച്ചാറാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാതെ. നമ്മൾ മാങ്ങയും നാരങ്ങയൊക്കെ ഉണ്ടാക്കി വർഷങ്ങളോളം വെക്കാറുണ്ടല്ലോ. അതേപോലെ തന്നെ ഈ അച്ചാർ നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഇപ്പം നല്ല മഴക്കാലമാണ്. മഴക്കാലം പൊതുവേ നമ്മൾ ചൂടുള്ള കഞ്ഞിയൊക്കെ കുടിക്കാറുണ്ടല്ലോ. കഞ്ഞിയുടെ കൂടെയൊക്കെ നമ്മൾ അച്ചാറൊക്കെ തൊട്ട് കൂട്ടാറുണ്ട്. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു അച്ചാറാണ് കൂടിയാണ് കേട്ടോ ഇത്. കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിലുള്ള ചക്കയാണ്. ചക്ക വെച്ചിട്ടാണ് കേട്ടോ ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളാരും ചക്ക വെച്ചിട്ട് ഇതുവരെ അച്ചാർ കൂട്ടിയിട്ടില്ല എങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്ക് കേട്ടോ. നമ്മൾ ചക്ക വെച്ചിട്ട് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാറുണ്ടല്ലേ. അപ്പോൾ എൻ്റെ ചാനലിലുണ്ട് ഒത്തിരി വിഭവങ്ങൾ ചക്ക വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. ചക്ക ഉപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ്. കുറേ നാൾ നമുക്ക് കേടാവാതിരിക്കും. മാത്രമല്ല കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതും എൻ്റെ ചാനലിലുണ്ട്, ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അതാ ഈ വലിപ്പത്തിലാണ് ഞാൻ ഈ ചക്ക അരിഞ്ഞിടുന്നത്. നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയും വേണ്ട, അത് കുറച്ച് വലിയ കഷ്ണങ്ങളായാലും ഒരു മീഡിയം സൈസായിട്ട് ഇതുപോലെ നമുക്ക് അരിഞ്ഞിടാം. ഒത്തിരി കാലം കേടാവാതിരിക്കും കേട്ടോ. നമ്മൾ നാരങ്ങയും മാങ്ങയൊക്കെ ഉപ്പിലിടുകയും അച്ചാറിടുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അത് വർഷങ്ങളോളം നമുക്ക് കേടാവാതിരിക്കുമല്ലോ. അതേപോലെ തന്നെ ഈ ചക്ക വെച്ചിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ചക്ക കിട്ടുന്ന സമയമാണ്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ചക്കയൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ എല്ലാം ഞാൻ അരിഞ്ഞ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കൂടുതൽ ഉപ്പ് നമ്മൾ എല്ലാ മാങ്ങയിലും നാരങ്ങയിലും ഒന്നും ഇടുന്ന പോലെ ഉപ്പ് ഇതിലേക്ക് ആവശ്യമില്ല. കുറച്ച് ഉപ്പ് മാത്രം മതി. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വിനീഗർ കൂടെ ഒഴിച്ചു കൊടുക്കുക. വിനീഗറും അധികം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. 3 ടേബിൾ സ്പൂണാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് അവിടെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിന് വേണ്ടുന്ന കുറച്ച് മസാലകൾ നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അതുണ്ടാക്കാൻ നോക്കാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് 2.5 ടീസ്പൂണ് എള്ളെണ്ണ ചേർത്ത് കൊടുക്കുക. അച്ചാറിന് എള്ളെണ്ണയാണ് നല്ലത്. ഞാൻ എള്ളെണ്ണയാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇനി 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇവ നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, കാശ്മീരി മുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് കായപ്പൊടി 1/4 ടീസ്പൂണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂണ് കടുക് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചക്ക ചേർത്ത് കൊടുത്ത് നമ്മൾ കുറേ സമയം ഇതൊന്നും വേവിച്ചെടുക്കരുത്. 1 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം. കൂടുതൽ സമയം വെക്കാൻ പാടില്ല. ചക്ക വെന്ത് പോകാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ മസാലയൊക്കെ നമ്മൾക്ക് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ആ പച്ചവാസന പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചക്ക അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഉണ്ടാക്കിയ ഒരു അരമണിക്കൂർ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഈ അച്ചാർ ഉപയോഗിക്കാം. പക്ഷേങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് വരണമെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോഴാണ് നല്ലപോലെ നമുക്ക് അത്രയും ടേസ്റ്റ് അതിൻ്റെ ഇത് കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചക്ക അച്ചാർ ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ വെള്ളം ഒട്ടും ചേർക്കരുത്. വെള്ളം ചേർക്കാതെ വേണം ഈ അച്ചാർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല നമ്മൾ ബോട്ടിലൊക്കെ ആക്കി അച്ചാർ വെക്കുമ്പോൾ
നമ്മൾ പിന്നീട് അത് എടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന സ്പൂണിനും മറ്റു പാത്രങ്ങൾക്കൊന്നും നമ്മൾ വെള്ളത്തിൻ്റെ നനവൊന്നും ഉണ്ടാവാൻ പാടില്ല. സ്പൂണിനൊക്കെ വെള്ളത്തിൻ്റെ നനവുള്ള സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഈ അച്ചാർ എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അച്ചാർ കേടാവും, പൂപ്പൽ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അത് നമ്മൾ നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ അച്ചാർ നമുക്ക് 1 വർഷം വരെ ഇരുന്നാലും കേടാവാതിരിക്കും. മാത്രമല്ല നല്ല ചക്കയൊന്നും ഉടഞ്ഞ് പോകാതെ തന്നെ നമ്മൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക.